UDF വളരെ കംഫർട്ടബിൾ മെജോറിറ്റി നേടിയെടുക്കും. ഞാൻ പറഞ്ഞതിപ്പോൾ VD സതീശൻ 100 സീറ്റാണ് പറഞ്ഞത്. ഞാൻ 1977 ശ്രീ കരുണാകരൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നേടിയെടുത്തത് 111 സീറ്റാണ്. അപ്പോൾ ആ 111 സീറ്റിലേക്ക് എത്തുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. വലിയ വിജയപ്രതീക്ഷ. അങ്ങനെ ഭരണം കിട്ടുവാണെങ്കിൽ ഇപ്പോൾ കെ സുധാകരൻ പറയുന്നത് ചെന്നിത്തല മുഖ്യമന്ത്രിയാണ്. ഇനി അങ്ങനെയുള്ള തർക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ അത് നേരത്തെ തന്നെ ഉയർന്ന ഒരു ആശങ്കയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആലോചനകളൊക്കെ നടക്കേണ്ട സമയമാണ്. കെ സുധാകരൻ പറയുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണമെന്ന്. അങ്ങ് അതിനോട് യോജിക്കുന്നു? ഞാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പാർട്ടിക്കൊരു സംവിധാനമുണ്ട്, എനിക്കിതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാനതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സീറ്റ് കൊടുക്കരുതെന്ന് ഫ്രം ദ വെരി ബിഗിനിങ് ഐ വാസ് ടെല്ലിങ്. എനിക്കറിയാം അവർക്ക് സീറ്റ് കൊടുത്താൽ ഉണ്ടാകുന്ന അപകടം. എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു നിലപാടുണ്ട്. ആ നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് തിരുത്തലുകൾ വേണ്ടി വരുന്നു. നമുക്കൊരു സംശുദ്ധമായ രാഷ്ട്രീയ സംസ്കാരം കോൺഗ്രസ്സിന് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഈ പാർട്ടി തകരും. എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒന്നും ആകണ്ടെന്ന് തീരുമാനമെടുത്താൽ പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പല കാര്യങ്ങളും തുറന്ന് പറയും പറഞ്ഞേ പറ്റൂ. എന്തിനു വേണ്ടിയാ? ഈ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം. ഞാനൊക്കെ മരിക്കുന്നവരെങ്കിലും ഈ പാർട്ടി തകരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാഷ്ട്രീയം ഉദരപൂർണമായി കാണുന്ന ഒരുത്തനല്ല, ഉപജീവനമല്ല, വയറ്റിപ്പഴപ്പല്ല. അപ്പോൾ വയറ്റിപ്പഴപ്പല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു മോഹങ്ങളുമില്ല. മോഹങ്ങളുള്ളവരൊക്കെ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. 100+ എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ BJP പറയുന്നത് ഒരു തൂക്ക് സഭ വരും, BJP തീരുമാനിക്കും ആരാണ് ഇവിടെ ഭരിക്കണം എന്നാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? ഈ രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹത്തെ ഇതിപ്പം മുരളീധരനോ അല്ലെങ്കിൽ സുരേന്ദ്രനോ പറഞ്ഞിരുന്നത് നമുക്ക് മനസ്സിലാക്കാം. രാജീവ് ചന്ദ്രശേഖർ പറയുന്ന അത്ര കാര്യമായിട്ട് എടുക്കണ്ട. പുള്ളിക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അത്തും പുത്തും തിരിച്ചറിഞ്ഞൂടാ. ചന്ദ്രശേഖരൻ വിഡ്ഢികളുടെ ലോകത്താണ്, വിഡ്ഢികളുടെ സ്വർഗത്താണ്. അങ്ങേര് പറയുന്നതിനകത്തൊന്നും ഒരു കാര്യവും ആർക്കുമില്ല.